നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇടുക്കിയിൽ ശനിയാഴ്ച ഹർത്താൽ. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയെ സ്വകാര്യ ആശുപത്രികളുമായി കിടപിടിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർത്തി 8 പുതിയ വികസന പദ്ധതികൾ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് ഉടുമ്പന്നൂരിൽ ആവേശനിർഭരമായ വരവേൽപ്പ്. തൊടുപുഴ YMCAയുടെ കുടുംബമേളയും കലാസന്ധ്യയും ബിസിനസ് അച്ചീവർ അവാർഡ് ദാനവും നടന്നു. കുടുംബമേള മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൊതുശ്മശാനം നവീകരിച്ച് ശ്മശാന നിർമ്മാണ പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാമറ്റം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഇടുക്കിയിൽ ശനിയാഴ്ച ഹർത്താൽ. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവംബർ 13 വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ കേന്ദ്ര നിലപാടിനെതിരെ ഇന്ന് കേരളത്തിലെ മലയോര മേഖലകളിൽ വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. അതിനിടെയാണ് ഇടതുമുന്നണി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കേരളം ഉന്നയിച്ച ആശങ്കകൾ പൂർണ്ണമായും അംഗീകരിക്കാനാവില്ലെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ചതിനു ശേഷം കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലി മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. കസ്തൂരിരംഗൻ വിഷയത്തിൽ കേരള കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് 2 ദിവസത്തിനകം പറയുമെന്ന് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. ഇപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്രം നൽകിയിരിക്കുന്ന മറുപടി തൃപ്തികരമാണെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൃപ്തികരമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ചിത്രം വ്യക്തമല്ല. എന്നാൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില വാചകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് അല്പം കൂടെ ഒന്ന് കാത്തിരിക്കണം. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അതിർത്തികൾ പുനർനിർണ്ണയിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ നടപടിയെന്നൊന്ന് കാത്തിരുന്നിട്ട് ശേഷം പറയാം. ആവശ്യമെങ്കിൽ അതിർത്തികൾ പുനർനിർണ്ണയിക്കും എന്നും ഒരു വാചകം ഞാൻ വാർത്തയിലുണ്ട്. ഏതായാലും നമുക്ക് 2-3 ദിവസം കൂടെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയട്ടെ. എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞതും കൂടെ ഒന്ന് അറിയട്ടെ. മുഖ്യമന്ത്രിയോട് എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നും ആവശ്യമെങ്കിൽ അതിർത്തി ഈ 121 വില്ലേജുകളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുമെന്നും ഈ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത് അല്ല. ഇപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സർക്കുലർ തനിക്കെതിരാണെന്ന് കരുതുന്നില്ലെന്ന് PT തോമസ് MP പറഞ്ഞു. പരിസ്ഥിതിയെയും മനുഷ്യനെയും സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്നാണ് അതിൽ പറയുന്നത്. അത് തന്റെ നിലപാടിനോട് യോജിച്ചു പോകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ മനുഷ്യനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് എനിക്കായിരിക്കും. കാരണം ഈ 2 കാര്യങ്ങൾ ഞാൻ പ്രതിബദ്ധതയുള്ള ആളാണ്. എൻ്റെ പ്രവർത്തനം ഇതുവരെ അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. KCBCയുടെ നിലപാടാണ് യഥാർത്ഥത്തിൽ വളരെ ഒരു മധ്യവർത്തി നയമാണ് KCBC സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് സ്വാഗതാർഹമാണ്. ആ നിലപാട് വളരെ സന്തോഷകരവുമാണ്. അങ്ങനെയല്ല, ഞാനും ബിഷപ്പും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രസ്താവന വന്നപ്പോൾ ഞാനൊരു മറുപടി പറഞ്ഞതല്ലാതെ അത് സ്ഥായിയായി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസത്തെ ഇടുക്കി ബിഷപ്പിൻ്റെ പ്രസ്താവനയെ തുടർന്ന് അത് കൂടുതൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു.
കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ജനങ്ങൾക്കൊപ്പമായിരിക്കും നിൽക്കുകയെന്നും അതിന് മുന്നണി പ്രശ്നമല്ലെന്നും കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ സംബന്ധിച്ച നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുറത്തു വരട്ടെ. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് വരും. ഞങ്ങൾ ഒറ്റയ്ക്കാണോ തനിച്ചാണോ ഞങ്ങൾ വേറെ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പുറത്തു വരും. ഞങ്ങൾക്കൊന്നും ഭയമില്ല. ഞങ്ങൾക്ക് ഏത് നിലപാട്, അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഒന്നിനെയും ഭയക്കുന്നില്ല. മുന്നണി ബന്ധങ്ങൾ പ്രശ്നമല്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തനിച്ചൂടെ നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണല്ലോ. താലൂക്ക് ആശുപത്രിയെ സ്വകാര്യ ആശുപത്രികളുമായി കിടപിടിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർത്തി 8 പുതിയ വികസന പദ്ധതികൾ മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നല്ല മനോഹരമായ സൗകര്യപ്രദമായ എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകൾ, CT സ്കാൻ, വളരെ ചുരുക്കം ആശുപത്രികളിൽ മാത്രമുള്ള CT സ്കാൻ ഏകദേശം 1,16,00,000 രൂപ മുടക്കിയാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. തുകയധികം ഇല്ലെങ്കിൽ ഇവിടുത്തെ ആംബുലൻസ് കേടായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് MLA ഫണ്ട് അവസാനം തുക തികയുമോ എന്ന് കളക്ടറേറ്റിൽ വെരിഫൈ ചെയ്ത് ഏറ്റവും ഒടുവിലാണ് ഈ 12 ലക്ഷം രൂപന് വേണ്ടി നൽകിയത്. ഏതായാലും വാഹനം ഇവിടെ എത്തിയിരിക്കുന്നു. ആശുപത്രിയും പരിസരവും ശുചിയായി സൂക്ഷിക്കുക ഏറ്റവും വലിയ ആവശ്യം. അതിന് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളതാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ്. ഇതെല്ലാം മുനിസിപ്പാലിറ്റി ഇതിനോടൊപ്പം സജീവമായി നിന്ന് പ്രവർത്തനങ്ങൾ നടത്തി നമുക്ക് ഈ ആശുപത്രിയിൽ വന്നാൽ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി രോഗിയെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. 1.28 കോടി രൂപയുടെ NRHM ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആധുനിക ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, 1.16 കോടി മുടക്കി സ്ഥാപിച്ചിട്ടുള്ള CT സ്കാൻ സൗകര്യം, 10 ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഡിജിറ്റൽ എക്സ്റേ, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, പോസ്റ്റ്മോർട്ടം യൂണിറ്റ്, MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ പുതിയ ആംബുലൻസ്, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയാണ് പദ്ധതികൾ. ആശുപത്രിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പീക്കർ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് 3.5 ലക്ഷം രൂപ ചെലവഴിച്ചു. പോസ്റ്റ്മോർട്ടം സെന്ററിന് 16 ലക്ഷവും ബയോഗ്യാസ് പ്ലാന്റിന് 17 ലക്ഷം രൂപ നഗരസഭയാണ് അനുവദിച്ചത്. പുതിയ ആംബുലൻസ് വാങ്ങുന്നതിന് 12 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു. 3 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതുവഴി നടന്നിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ PT തോമസ് MP അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ TJ ജോസഫ്, വൈസ് ചെയർപേഴ്സൺ സാബിറ ഷെരീഫ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫ് ജോൺ, AM ഹാരിദ്, ഷീജ ജയൻ, നെറ്റ്സി കുര്യാക്കോസ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VS സജീവ്, ഡോക്ടർ ശരത് ജി റാവു, KMA ഷുക്കൂർ, K സലീംകുമാർ, KR ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ നഗരസഭാ പ്രദേശത്തെ തൊടുപുഴയാറിന് തീരത്തുള്ള 25 കുളിക്കടവുകൾ പുനരുദ്ധരിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. നമുക്ക് എല്ലാ മാസത്തിലും വെള്ളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നിൽക്കാൻ കഴിയത്തക്ക നിലയിൽ ഈ കുളിക്കടവുകളൊക്കെ ഒന്ന് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് തൊടുപുഴ ടൗൺ ഹാൾ കടവിന് സമീപം നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, AM ഹാരിദ്, കൗൺസിലർമാരായ പ്രൊഫസർ ജെസി ആന്റണി, ഷീജ ജയൻ, നെറ്റ്സി കുര്യാക്കോസ്, സുബൈദ ടീച്ചർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തും പൗരാവലിയും കൂടി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മികവ് തെളിയിച്ച കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 106 വിദ്യാർത്ഥികളെ കരിങ്കുന്നം കവലയിൽ വെച്ച് ആദരിച്ചു. യോഗത്തിൽ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തുരുത്തൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 75 വർഷക്കാലമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് ഇവിടെയുള്ള ഓരോരുത്തരും. ഈ നാടിന്റെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ജീവിത നിലകളിൽ എത്തിച്ചേർന്ന് സമൂഹത്തിനും നാടിനും വളരെ കർമ്മനിരതമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന അനേകരെ ഈ നാടിന്, ഈ രാജ്യത്തിന് സംഭാവന ചെയ്യുവാൻ സാധിച്ച ഒരു വലിയ മഹത്തായ സ്ഥാപനമാണ് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്റെ 2 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഈ നാടിന്റെ ഒത്തൊരുമിച്ചുള്ള സഹകരണമാണ് ഇന്ന് ഈ സ്കൂള് കൈവരിച്ചത്. ജില്ലു മാത്യു
ജാനറ്റ് മാത്യു, അമലു സെബാസ്റ്റ്യൻ, ദേവിക PG, എമിലിയ കുര്യാക്കോസ്. ജനപ്രതിനിധികളും പൗരപ്രമുഖരും ആശംസകൾ നേർന്നു. സ്കൂൾ PTA പ്രസിഡന്റ് സണ്ണി കൂട്ടുകല്ലിങ്കൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി എടാമ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭന്റെ അടുക്കിലേക്ക് ആരും വരരുതെന്ന് പറയുന്ന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാട് വിരോധാഭാസമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, അതാണ് പറഞ്ഞത്. മന്നത്ത് പത്മനാഭനെ വില കുറച്ച് കാണിക്കുകയായിരുന്നു. എല്ലാവർക്കും ഗാന്ധിജിയുടെ പ്രതിമയുടെ ചോട്ടിൽ പോകാം, അവിടെ ആർക്കും വിലക്കുകളില്ല. കാരണം ലോക സമൂഹം അംഗീകരിക്കുന്ന, ലോകം ആദരിക്കുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായി അമേരിക്കയുടെ പ്രസിഡന്റ് ബരാഖ് ഹുസൈൻ ഒബാമ വരെ അംഗീകരിച്ചിരിക്കുന്ന ആളാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. പക്ഷേ മന്നത്ത് പത്മനാഭൻ്റെ അടുക്കിലേക്ക് ആരും വരരുത്, അവിടെ ആരും എത്തിച്ചേരരുത് എന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് വിരോധാഭാസമാണ് എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. NSSൻ്റെ ജനറൽ സെക്രട്ടറി വെറുമൊരു സമുദായ ആചാര്യനായി മന്നത്ത് പത്മനാഭനെ കാണുന്നത് ശരിയല്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് റോയ് കെ പോലീസ് നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് ഉടുമ്പന്നൂരിൽ ആവേശനിർഭരമായ വരവേൽപ്പ്. ചെണ്ടമേളത്തിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും ആർത്തിരമ്പം ഭേദിച്ച് തങ്ങളുടെ സ്വന്തം നേതാവിന് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്നും ഉയർന്നുവന്ന മുദ്രാവാക്യം വിളികൾ ഉടുമ്പന്നൂരിനെയാകെ പ്രകമ്പനം കൊള്ളിച്ചു. നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അണിചേർന്ന ജനസാഗരത്തിൻ്റെ നെഞ്ചിലേറിയാണ് ജനപക്ഷയാത്രയും റോയ് കെ പോലീസും വേദിയിലേക്ക് നടന്നു നീങ്ങിയത്. ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിയ പ്രവർത്തകർ തങ്ങളുടെ തോളിലേറ്റിയാണ് സ്വീകരണ വേദിയിൽ എത്തിച്ചത്. നാട്ടുകാരുടെ സ്നേഹവായ്പകൾക്ക് മുന്നിൽ ശിരസ് നമിച്ച് തൻ്റെ പൊതുപ്രവർത്തക കാലഘട്ടത്തിൻ്റെ നാൾവഴികളെക്കുറിച്ച് വിശദീകരിച്ച അദ്ദേഹം തൻ്റെ നാടും നാട്ടുകാരും നൽകി വരുന്ന കലവറയില്ലാത്ത പിന്തുണയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിയാണ് വേദി വിട്ടത്. തണുപ്പും ചൂടും വകവെക്കുന്നത് ഈ കൊച്ചു കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജോ കുഴിപ്പള്ളി, സേവാദൾ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ PT ജോസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശ്രീമതി സാലി ജെയിംസ്, KSUവിന് വേണ്ടി മാത്യു K ജോൺ, KSUവിന് വേണ്ടി ജോമി ജോയ്, ആദിവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാബു മുത്തനാട്ട്. ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോയ് കെ പോലീസ് നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് കരിമണ്ണൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നു. ആ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ചില നിഗമനങ്ങൾ വന്നു. ആ നിഗമനങ്ങളോട് കേരള ഗവൺമെന്റ് യോജിക്കുന്നില്ല എന്ന് പച്ച പരസ്യമായി പറയുവാൻ ഞങ്ങൾ ഒരു മടിയും കാണിച്ചില്ല. എന്താ കാരണം? നമ്മൾ പറയുന്നത് എത്രയോ വർഷക്കാലമായി ഇവിടെ ഈ പ്രദേശങ്ങളിൽ താമസം ഉറപ്പിച്ചിട്ടുള്ള കർഷകർ അവരെ കണ്ടില്ല എന്ന് ഏതെങ്കിലും യന്ത്രം പറഞ്ഞാൽ ആ യന്ത്രത്തിന്റെ പിന്നാലെ നമുക്ക് തലകുലിക്ക് നിൽക്കാൻ പറ്റുമോ? യന്ത്രമാണോ മനുഷ്യനാണോ വലുത്? സാറ്റലൈറ്റ് സർവേ നടത്തി എന്നാണ് പറയുന്നത്. അതൊരു ഇലക്ട്രോണിക് യന്ത്രമാണ്. ഇലക്ട്രോണിക് യന്ത്രത്തിന്റെ കണ്ണിനകത്ത് ഇവർ പെട്ടുപോയില്ല എന്നുള്ളത് കൊണ്ട് ഇടുക്കിയിലും കട്ടപ്പനയിലും താമസിക്കുന്ന പാവപ്പെട്ട കർഷകൻ അവിടെ നിന്ന് അവരുടെ വീടും പൊളിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അനുവദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ആ ഒരു സംഭവത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് ഈ കേരളത്തിന്റെ പരിസ്ഥിതി മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൊടുക്കും. ഞങ്ങൾ തീരുമാനിച്ചു. എന്താ ഞങ്ങളുടെ തീരുമാനം? ഞങ്ങൾ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ ഉമ്മനെ അധ്യക്ഷനാക്കി ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ഈ പ്രദേശമൊക്കെ പരിശോധിച്ചു. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒത്തിരി തെളിവുകൾ അവർക്ക് കിട്ടി. അഡ്വക്കേറ്റ് ജോയ് തോമസ്, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, KP വർഗീസ്, ലീലാമ്മ ജോസ്, ജോളി അഗസ്റ്റിൻ, R ബാലൻപിള്ള, ജോൺ നെടിയപാല, NI ബെന്നി, ബീന ജോളി, ഇന്ദു സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇടുക്കിയിൽ ശനിയാഴ്ച ഹർത്താൽ. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയെ സ്വകാര്യ ആശുപത്രികളുമായി കിടപിടിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർത്തി 8 പുതിയ വികസന പദ്ധതികൾ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് ഉടുമ്പന്നൂരിൽ ആവേശനിർഭരമായ വരവേൽപ്പ്. തൊടുപുഴ YMCAയുടെ കുടുംബമേളയും കലാസന്ധ്യയും ബിസിനസ് അച്ചീവർ അവാർഡ് ദാനവും നടന്നു. കുടുംബമേള മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൊതുശ്മശാനം നവീകരിച്ച് ശ്മശാന നിർമ്മാണ പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാമറ്റം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.